ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അമേസിങ് സീക്രട്സ്. ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. എങ്ങനെ നമുക്ക് മീൻ കറി ഉണ്ടാക്കാം? അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇന്ന് എടുത്തേക്കുന്ന മീനെന്ന് പറഞ്ഞാൽ കൊഴിയാളയാണ്. അത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് അരപ്പിനായിട്ട് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ തേങ്ങ വേണം. ഞാനിപ്പോൾ ഇവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3-4 വലിയ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി, ഒരു ചെറിയൊരു ബൗളിൻ്റെ അത്രയുള്ള ഒരു പുളി, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഉലുവ. പിന്നെ അല്ലാതെ കറിക്കായിട്ട് ഇടാനുള്ളത് ഞാൻ ഇവിടെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു വലിയൊരു തക്കാളി, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ഞാനിവിടെ സ്പെഷ്യലായിട്ട് ഇടുന്നത് നമ്മുടെ നാടൻ പുളിഞ്ചിക്കയാണ്. ഇതിട്ടാണ് ഇന്ന് നമ്മൾ ഈ മീൻ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഇത് അരപ്പുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പം അരയ്ക്കാനായിട്ട് ഞാനിവിടെ തേങ്ങ ഇടുകയാണ്. ഈ തേങ്ങയുടെ കൂടെ ദാണ്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളി, പുളി, മല്ലിപ്പൊടി, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനമാണ് നമ്മളിട്ട് അരയ്ക്കുന്നത്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇനി നമുക്ക് ഞാനൊരു ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഉലുവ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഉലുവ പൊട്ടി വരണം. ഉലുവ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിക്കുകയാണ്. അരപ്പൊഴിച്ചു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് നമ്മുടെ നേരത്തെ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉപ്പ് ഞാൻ ഇവിടെയാണ് ഇതിൽ ഉപ്പിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു വലിയ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 2 പച്ചമുളക് ഞാൻ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഇതിലിട്ട് കുറച്ച് കറിവേപ്പില അതും ഇതിലിട്ട് കൊടുത്തു. ഈ സാധനം നമ്മൾ നന്നായി ഇളക്കിയിട്ട് അത് തിളക്കണം. ഒരു തിള വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. മൂടി തുറന്ന് നോക്കാം. തിളയ്ക്കുന്നത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മീനിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കഴുകി വെച്ചേക്കുന്ന ഈ മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്.
മീൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പുളിഞ്ചിക്കയും കൂടെ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ഇനി അത് അടുത്ത തിള വരുന്നത് വരെ മൂടി വയ്ക്കുക. ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് തിളയ്ക്കുന്നവരെ നോക്കാം. തിളച്ചൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. കണ്ടോ? അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പെല്ലാം നിങ്ങൾ നോക്കുക, കറക്റ്റായിരിക്കും. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഈ മീൻകറി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിൽ താളിക്കുന്നോ അങ്ങനെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ പുളിഞ്ചിക്ക ഇട്ടതെന്ന് പറഞ്ഞാലും കൊളസ്ട്രോൾ ഉള്ളവർക്ക് വേണ്ടിയാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് പുളിഞ്ചിക്ക മീൻകറിയിലിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇതിൽ ചേർക്കാത്തത്. താളിച്ച് പോലും ഇട്ടിട്ടില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായ ഒരു മീൻകറിയാണ്. അപ്പം അടുത്ത ഒരു ഡിഷായിട്ട് വരുന്നവരെ താങ്ക് യു.